നടി ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് വിവരങ്ങൾ ചോർന്ന സംഭവത്തിൽ ദിലീപ് വീണ്ടും ഹൈക്കോടതിയിൽ. അന്വേഷണ റിപ്പോർട്ടിലെ മൊഴി പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്നും മൊഴികളുടെ പകർപ്പ് നൽകാൻ നിയമപരമായി കഴിയില്ലെന്നും ദിലീപ് കോടതിയെ അറിയിച്ചു. തീർപ്പാക്കിയ ഹർജിയിലാണ് മൊഴി പകർപ്പ് നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നത്. ദിലീപിന്റെ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, ഒരുപക്ഷെ അതിജീവിതയുടെ പ്രതികരണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും നിയമ നടപടികൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. എങ്ങനെ നോക്കിക്കാണാം? നടി ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്നതിൽ നേരത്തെ ജില്ലാ കോടതി ജഡ്ജി വസ്തുതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ വസ്തുതാന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാനായി ശേഖരിച്ച സാക്ഷിമൊഴികളുടെ പകർപ്പ് നടിക്ക് നൽകാനായിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതിനെതിരെയാണ് നിലവിൽ ദിലീപ് ഹൈക്കോടതിയിൽ ഹർജി നൽകി എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണ്. മാത്രവുമല്ല, തീർപ്പാക്കിയ ഒരു ഹർജിയിലാണ് നടിക്ക് ഇത്തരമൊരു മൊഴികളുടെ പകർപ്പ് നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് പരിഗണിക്കാൻ നിയമ നടപടിക്രമങ്ങൾ അതിന്റെ പാലിക്കാത്ത ഒരു സാഹചര്യത്തിൽ ആ ഉത്തരവ് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതിയിൽ ഹർജിയിലൂടെ ദിലീപ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2018 2 തവണയും 2021 1 തവണയുമാണ് മെമ്മറി കാർഡ് ചോർന്നത്. അനധികൃതമായിട്ട് പരിശോധിച്ചത് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ശേഖരിച്ചിട്ടുള്ള സാക്ഷിമൊഴികൾ അത് പരിശോധിക്കാനായിട്ട് തനിക്ക് അവകാശമുണ്ട് എന്നുള്ള ഒരു നിലപാട് കഴിഞ്ഞ ദിവസം നടി ഹൈക്കോടതിയിൽ ആവർത്തിച്ചു. തുടർന്നാണ് നടിയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ച് ഇത്തരത്തിൽ സാക്ഷിമൊഴികളുടെ പകർപ്പ് നൽകാൻ ജില്ലാ ജഡ്ജിയോട് നിർദ്ദേശം നൽകിയത്. എന്തായാലും ഇത് അനുവദിക്കരുത് എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ദിലീപ് നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി നാളെ ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഈ അതിജീവിതയുടെ ഹർജി പരിഗണിച്ച വേളയിലും ഒരു എതിർപ്പ് ദിലീപ് ഹൈക്കോടതിയിൽ ഉന്നയിച്ച സാഹചര്യമുണ്ട്. എന്തായാലും നിയമവിരുദ്ധമായിട്ട് പരിശോധിക്കപ്പെട്ട രേഷ്മയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.